ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പ്രഗ്നൻസി വരുന്ന ഈ പിമ്പിൾസും അതുപോലെ മാർക്സും ഡാർക്ക്നെസ്സും ഫേസിലുണ്ടാകുന്ന ടാനും ഒക്കെ മാറ്റാനായിട്ടുള്ള ഒരു സൂപ്പർ പാക്കായിട്ടാണ്. അപ്പോൾ ഈ ഒരു പാക്ക് എല്ലാവർക്കും പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർക്ക് എത്രത്തോളം യൂസ്ഫുൾ ആണെന്നുള്ളത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും. പിന്നെ ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പ് അനുസരിച്ചിട്ട് പല വേരിയേഷൻ ഉണ്ടാകും കേട്ടോ. അപ്പോൾ എൻ്റെ സ്കിന്നിലാണെങ്കിൽ കുറച്ച് പിമ്പിൾസ് പെട്ടെന്ന് വരുന്ന സ്കിന്നാണ്, ഓയിലി സ്കിന്നാണ്. അപ്പോൾ എനിക്ക് ഇത് കണ്ടിന്യൂസ് യൂസ് ചെയ്തപ്പോഴും ഈ പിമ്പിൾസ് മാർക്ക് ഫെയ്ഡായിട്ട് വരുന്നതായിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ പക്ഷേ നമ്മുടെ ടാനൊക്കെ ഒറ്റ യൂസിൽ തന്നെ നന്നായിട്ട് മാറി നല്ലൊരു ഗ്ലോ കിട്ടിയതായിട്ട് തോന്നുന്നുണ്ട്. ആൻഡ് പ്രഗ്നൻ്റ് അല്ലാത്തവർക്ക് ഇത് യൂസ് ചെയ്താൽ അടിപൊളി റിസൾട്ടായിരിക്കും. പ്രഗ്നൻസിയിൽ കുറച്ച് ഹോർമോൺ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് അതൊന്നും മാറിക്കിട്ടാനായിട്ട് കുറച്ച് ടൈം എടുക്കും. എന്നാലും എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാം. നല്ലൊരു പായ്ക്കാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ ഒരു പായ്ക്ക് തയ്യാറാക്കാനായിട്ട് ഞാനൊരു ബൗളിലേക്ക് 2 ടീസ്പൂൺ കടലമാവ് എടുക്കുന്നുണ്ട്. നല്ല ഫൈനായിട്ട് പൊടിച്ച കടലമാവ് എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ഇതിലേക്ക് 1.5 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് കോഫി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ എടുക്കുന്നത് നാരങ്ങ നീരാണ്. അപ്പം ഒരു 1/2 ടീസ്പൂണോളം നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഡ്രൈ സ്കിന്നുകാർ ശ്രദ്ധിക്കുക, അവർ ഈ നാരങ്ങ നീര് സ്കിപ്പ് ചെയ്യാം കേട്ടോ. കാരണം അല്ലെങ്കിൽ നാരങ്ങ നീര് എടുത്തു കഴിഞ്ഞാൽ കൂടുതൽ ഡ്രൈ ആയി പോകും ഫേസ്. അപ്പോൾ അതിന് പകരമായിട്ട് പച്ചപ്പാൽ കുറച്ച് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാനൊരു ചെറിയ ടൊമാറ്റോ അതിൻ്റെ ജ്യൂസ് ഫുള്ള് എടുക്കുന്നുണ്ട്. അപ്പം ഇത്രയും മാത്രം മതി നമ്മുടെ ഈ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാനായിട്ട്. സിമ്പിളല്ലേ, നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ്. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല യോജിപ്പിച്ചെടുക്കുക. അപ്പോൾ ഈ ഒരു പായ്ക്ക് നമുക്ക് ആഴ്ചയിൽ 2-3 തവണ യൂസ് ചെയ്യാം. ഓയിലി സ്കിന്നുകാരാണെന്നുണ്ടെങ്കിൽ ഒരു 3 തവണ യൂസ് ചെയ്യാം. അപ്പോൾ ഒരു 2 തവണ തന്നെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ സ്കിന്നിൻ്റെ ഒരുപാട് ഓയിലി ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് കുറയുന്നതായിട്ട് നമുക്ക് ഇതിൽ യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് മനസ്സിലാകും. അപ്പോൾ എനിക്ക് ഒറ്റ യൂസിൽ തന്നെ നല്ല റിസൾട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ വാഷ് ചെയ്ത ഫേസിൽ വേണം നമ്മളിത് അപ്ലൈ ചെയ്യാനായിട്ട്. നല്ല ക്ലീൻ ആയിട്ടുള്ള ഫേസിൽ വേണം അപ്ലൈ ചെയ്യാൻ. അപ്പോൾ ഞാനെൻ്റെ ഫേസും നെക്കും ഫുള്ള് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. എൻ്റെ നെക്കിലാണെങ്കിലും കുറച്ച് ഡാർക്ക്നെസ് വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇരുണ്ട് വരുന്നുണ്ട്. അപ്പം ഇത് ഒറ്റ യൂസിൽ തന്നെ, ഞാൻ പറഞ്ഞല്ലോ ഹോർമോണൽ ചേഞ്ച് ഉള്ളത് കൊണ്ട് തന്നെ ഒറ്റ യൂസിൽ തന്നെ ഫുള്ളായിട്ട് മാറിക്കിട്ടത്തില്ല, വളരെ പതുക്കെ മാറുള്ളൂ. എന്നാലും കുറേയൊക്കെ നമുക്കിത് ഒരുപാട് ഡാർക്ക് ആകുന്നതിനെ തടയാനായിട്ട് പറ്റും. അപ്പം ഞാനങ്ങനെ ഫേസും നെക്കും അപ്ലൈ ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്ക് കൈമുട്ട്, കാലിലും കയ്യിലും ഒക്കെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ 2 കൈയുടെ മുട്ടിലും അപ്ലൈ ചെയ്യുന്നുണ്ട്. കാരണം അവിടെ കുറച്ച് ഡാർക്കാണല്ലോ. പിന്നെ ഒരു കയ്യിലും ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഡ്രൈ ആകാനായിട്ട് ഒരുപാട് ഡ്രൈ ആകരുത്. അപ്പം ഞാൻ അപ്ലൈ ചെയ്തപ്പോൾ കൈ കുറച്ച് കൂടുതലായിട്ട് ഡ്രൈ ആയിപ്പോയി. പക്ഷെ നമ്മൾ ഒരുപാട് ഡ്രൈ ആകാനായിട്ട് വെയിറ്റ് ചെയ്യില്ല കേട്ടോ. ഒരു 10-15 മിനിറ്റ്സ് കൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ഡ്രൈ ആയിട്ട് വരും. കാരണം നമ്മളിതൊരു നല്ലൊരു പായ്ക്കാണ്, സോഫ്റ്റ് പായ്ക്കാണ്. അപ്പം നാരങ്ങ നീരൊക്കെ ചേർത്തുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഡ്രൈ ആയിട്ട് കിട്ടും. അപ്പം അത് ശ്രദ്ധിക്കുക. പിന്നെ എന്താ പറയുക, നമ്മുടെ കടലമാവ് നന്നായിട്ട് ബ്രൈറ്റൻ ആക്കുന്നതാണ് സ്കിന്നിനെ. അതുപോലെ ടാൻ മാറാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ ഓയിലി സ്കിന്നുകാർക്ക് ഏറ്റവും നല്ലതാണ് കടലമാവ്. അവരുടെ ആ സ്കിന്ന് കുറച്ച് ഡ്രൈനെസ് വരുമെങ്കിലും പക്ഷേ ഓയിലി സ്കിന്നുകാർക്ക് അത് ഒരു ഹെൽപ്ഫുള്ളാണ്. കാരണം ഓയിൽ കണ്ടൻറ്റ് അബ്സോർബ് ചെയ്തെടുക്കാനായിട്ട് കടലമാവ് ഹെൽപ്പ് ചെയ്യും. പിന്നെ കോഫി പൗഡർ ടാൻ റിമൂവലിന് ഏറ്റവും പറ്റിയ ഒന്നാണ്. അതുപോലെ തന്നെ ഒരു ബ്ലീച്ചിങ് പ്രോപ്പർട്ടി ഉണ്ട് നമ്മുടെ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള നാരങ്ങ നീരിന്. പിന്നെ പാലൊഴിക്കുകയാണെങ്കിൽ അത് നല്ലതാണ്, നമ്മുടെ സ്കിന്ന് ബ്രൈറ്റ് ആകാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അതുപോലെ തന്നെ ടൊമാറ്റോ എല്ലാവർക്കും അറിയാവുന്നതാണ്, ടൊമാറ്റോൻ്റെ യൂസ്. അത് നല്ല ബ്രൈറ്റ്നെസ് ഒക്കെ തരുന്നതാണ്. അപ്പോൾ ഞാൻ കൈ കണ്ടോ നന്നായിട്ട് ഡ്രൈ ആയായിരുന്നു. അപ്പോൾ ഒന്ന് വാഷ് ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് കയ്യിലെ ടാനൊക്കെ മാറിയായിരുന്നു കേട്ടോ. അപ്പോൾ മുഖവും ഞാനൊന്ന് നനച്ച് കൊടുത്തതിന് ശേഷം വേണം നമ്മളിത് വാഷ് ഓഫ് ചെയ്യാനായിട്ട്. അല്ലെന്നുണ്ടെങ്കിൽ സ്കിന്ന് എന്താ പറയുന്നത്, ഒരുപാട് ഡ്രൈ ആയിരിക്കുന്ന സ്കിന്നിൽ അത് ഡയറക്റ്റ് നമ്മൾ ഒരിക്കലും ഒന്ന് നനച്ച് കൊടുത്തതിന് ശേഷം വേണം വാഷ് ഓഫ് ചെയ്യാൻ. അല്ലെങ്കിൽ ഒരു റബ്ബിങ് എഫക്റ്റ് പോലെ വരും. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യണം.
അപ്പോൾ നമ്മൾ വാഷ് ഓഫ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ എൻ്റെ സ്കിൻ കണ്ടില്ല നന്നായിട്ട് ബ്രൈറ്റൻ ആയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഫേസ് ബ്രൈറ്റ് ആകുമ്പോൾ പിമ്പിൾസിൻ്റെ ഉണ്ടെങ്കിൽ ഇതുപോലെ ആ പിമ്പിൾസ് മാർക്ക് എടുത്തറിയാൻ പറ്റും. അപ്പോൾ എൻ്റെ കണ്ടോ, അപ്പോൾ ആദ്യത്തേതിൽ നിന്നും മനസ്സിലാകും ഇത് അപ്ലൈ ചെയ്തതിന് ശേഷം പിമ്പിൾസ് മാർക്ക് എടുത്തറിയാൻ പറ്റുന്നുണ്ട്. അതായത് പിമ്പിൾസ് മാർക്ക് ഫെയ്ഡ് ആകാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പോൾ പിമ്പിൾസ് ഒന്നും ഇല്ലാത്തവരാണെങ്കിൽ നല്ല സൂപ്പറായിട്ടിരിക്കും ഫേസ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ എൻജോയ് ചെയ്യുന്നു വരുന്നത്. എൻജോയ് ചെയ്യുമെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ ബൈ.